ഹലോ, ഇന്ന് നമുക്കൊരു മോഡേൺ നൈറ്റിയുടെ നെക്കിൻ്റെ ഡിസൈൻ നോക്കാം കേട്ടോ. ഇതാണ് നൈറ്റിയുടെ ക്ലോത്ത്. ഇത് ഒരു വേസ്റ്റ് പീസാണ്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ക്രോസ് പീസിൻ്റെ ആവശ്യമുള്ളൂ, വേറെ പ്രത്യേകിച്ച് വലിപ്പൊന്നും വേണ്ട. അതുകൊണ്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഞാൻ നൈറ്റി ചെയ്യാൻ നോക്കുന്നത്. വീഡിയോ കാണാം. വായോ. നമ്മുടെ നൈറ്റി ക്ലോത്തിന് ഞാൻ ആദ്യം തന്നെ പുറം മറച്ച് വെച്ചതിന് ശേഷം മാർക്ക് ചെയ്യുന്ന രീതികൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. നെക്കിൻ്റെ അകലമായിട്ട് ഞാൻ ഫസ്റ്റ് 5.25 കാണുന്നത്. 5.25 കണ്ട് ഞാൻ അതിൽ മാർക്ക് ചെയ്തു. അതുപോലെ നെക്കിൻ്റെ ഇറക്കം 6.5 ഇഞ്ചിൽ ഞാൻ കാണുന്നത്. 6.5 ഇഞ്ചിൽ കണ്ടു, ഞാനത് മാർക്ക് ചെയ്തു. അതിന് ശേഷം 5.25 സ്ക്വയർ ചെയ്യണം. ഇതിനിങ്ങനെ സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്തതിന് ശേഷം ഇനി ഞാനിവിടെ ചെറിയൊരു ഷേപ്പ് വരച്ച് കൊടുക്കണം എനിക്ക് നെക്കിന്. അതിന് വേണ്ടി മേലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തു. മേലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചെറിയൊരു ഷേപ്പ് വരച്ച് കൊടുക്കുന്നു. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചെറിയൊരു ഷേപ്പ് വരച്ച് കൊടുക്കുന്നു. 1/2 ഇഞ്ചിലെ ഗ്യാപ്പ് എടുത്തിട്ട് ചെറിയൊരു ഈ അറ്റത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കേട്ടോ. ഇവിടുന്ന് ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഈ എൻഡിലേക്ക് ചെറിയൊരു ഷേപ്പ്. ഓക്കെ, ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലോത്തിനനുസരിച്ച് കൂട്ടോ കുറക്കോ ചെയ്യാം നമുക്ക്. എനിക്കിപ്പോൾ വീട് കഴിഞ്ഞ ക്ലോത്ത് ആയതുകൊണ്ട് ഞാനിവിടെ 3 ഇഞ്ചാണ് എടുക്കുന്നത്. ഈ ഭാഗത്ത് മാത്രമല്ല, ഈ ഒരു ലൈൻ ഇതിൻ്റെ നീളത്തിൽ നമ്മുടെ ലാസ്റ്റ് എൻഡ് വരെ പോവും വേണം കേട്ടോ. ഈ ഒരു ലൈനിൻ്റെ മറുവശം വെച്ചിട്ടാണ് നമ്മൾ ഈ നെക്കും ഷോൾഡറും എല്ലാം മാർക്ക് ചെയ്യുന്നത്. ആ ഒരു രീതി വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ നെക്കും മാർക്ക് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഭാഗം ഞങ്ങൾക്ക് ഫ്രില്ലായി പോകാനുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവാണ് എൻ്റെത് കറക്റ്റായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്, ആയി വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി എനിക്കിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യണം. ടോട്ടൽ ഷോൾഡർ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, നെക്കിൻ്റെ അകലം മാത്രമേ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ടോട്ടൽ ഷോൾഡർ ഞാനിപ്പോൾ എടുക്കുന്നത് 6 ഇഞ്ചാണ്. 6 ഇഞ്ച് ടോട്ടൽ ഷോൾഡർ മാർക്ക് ചെയ്തു. അതിനുശേഷം താഴേക്ക് ആംഹോളിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്യണം. ബാക്കിയുള്ളതൊക്കെ, അതായത് ഈ ഒരു ലൈന് സെൻറ്ററിൽ മാർക്ക് ഇടുന്നു എന്നുള്ളതും ബാക്കിയുള്ളതൊക്കെ നമ്മുടെ നോർമൽ നൈറ്റിയുടെ അളവ് തന്നെയാണ്. നമ്മൾ നോർമൽ നൈറ്റിയുടെ അളവ് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ നമ്മുടെ ആദ്യത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ, അതൊന്ന് കണ്ടു നോക്കാം. അതുപോലെ ബാക്കിയുള്ള അളവുകൾ ചെയ്യാം. നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള അളവുകൾ നിങ്ങൾ മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ബോഡിയുടെ അളവിനനുസരിച്ച് അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നെഞ്ചിൻ്റെ വണ്ണം ഞാൻ 9 ഇഞ്ചാണ് എടുക്കുന്നത്. ഈ ലൈനിൽ നട്ടോ എടുക്കുന്നത്, ഇവിടെ നിന്നല്ല, ഈ ഭാഗത്തു നിന്നല്ല എടുക്കുന്നത്. ഈ ലൈനിൻ്റെ ഇപ്പുറത്തേക്കാണ് നെഞ്ചിൻ്റെ വണ്ണം മാർക്ക് ചെയ്യുന്നത്. ടേപ്പ് വെച്ചിട്ട് ഇവിടെ 9 ഇഞ്ച്. ഇവിടെ ആംഹോൾ മാർക്ക് ചെയ്തതിന് ശേഷം ടേപ്പ് ഇവിടെ വെച്ചിട്ടാണ് നെഞ്ചിൻ്റെ വണ്ണം മാർക്ക് ചെയ്യുന്നത്. കണ്ടില്ലേ, നെഞ്ചിൻ്റെ വണ്ണം 9 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. തയ്യൽ തുമ്പ് ഞാനൊരു 1/2 ഇഞ്ച് വേറെ ഇടുന്നുണ്ട്. തയ്യൽ തുമ്പാണത്. ഈ നെഞ്ചിൻ്റെ വണ്ണം ഇവിടെ നിന്ന് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള കർവ് പോയിന്റ് കാണാം, കൂടുതലാവരുന്നത്. അതിനുശേഷം കർവ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് തന്നെ കർവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ ചെയ്യാം. അതല്ല കർവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കർവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ രീതിക്ക് ചെയ്യാം. ഇതിന് ശേഷം ഞാനിപ്പോൾ ഇനി വേണ്ടത്
നമ്മൾ നെഞ്ചിൻ്റെ വണ്ണം മാർക്ക് ചെയ്തു. നെഞ്ചിൻ്റെ വണ്ണത്തിന് ശേഷം നമുക്കിനി വേണ്ടത് ഷേപ്പിൻ്റെ, അതായത് വേസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്യണം, ഹിപ്പിൻ്റെ വണ്ണം, അതായത് സീറ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്യണം, പിന്നെ നേരെ നോർമൽ താഴേക്ക് ഫ്ലെയർ റൗണ്ട് കൊടുക്കണം. ഇങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്. അതും ഈ ഒരു ലൈനിൻ്റെ പുറത്തേക്ക് വേണം മാർക്ക് വരാൻ. അതായത് ഷേപ്പിൻ്റെ ഇറക്കം എത്ര ഇഞ്ച് ഉണ്ടെന്നുള്ളത് നോക്കാം, അതുപോലെ തന്നെ സീറ്റിൻ്റെ ഇറക്കം എത്ര ഉണ്ടെന്നുള്ളത് നോക്കാം. അവിടുന്ന് അതായത് മാർക്കിടാം. അത് ഞാൻ 8 ഇഞ്ച് എടുക്കുന്നുണ്ട്. സീറ്റിൻ്റെ ലെങ്ത് എനിക്ക് ഇവിടെയാണ് കിട്ടുന്നത്. സീറ്റിൻ്റെ ലെങ്ത് എനിക്ക് ഈ ഒരു ഭാഗത്താണ് കിട്ടുന്നത്. വേസ്റ്റിൻ്റെ ലെങ്ത് എനിക്ക് ഈ ഭാഗത്താണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ സീറ്റിൻ്റെ ലെങ്ത്തിൽ നിന്നും സീറ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. മാർക്ക് ചെയ്തു അതിനുശേഷം അത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അത് മാർക്ക് ചെയ്തു. ഇനി ഈ ലൈൻ നമ്മുടെ നേരെ താഴേക്ക് അവിടെ ഫ്ലെയർ റൗണ്ടിലേക്ക് കൊണ്ടുവരാം. മാർക്ക് കഴിഞ്ഞതിന് ശേഷം ഇനി കട്ട് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മളിതിൽ കട്ട് ചെയ്യേണ്ടത് നമ്മുടെ സ്ലീവാണ്. സ്ലീവ് തയ്യൽ തുമ്പ് താഴേക്ക് ഇറക്കിയിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. ആദ്യം വേണം സ്ലീവാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കേണ്ടത്. സ്ലീവ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം സ്ലീവിൻ്റെ ഷേപ്പ് ക്ലിയർ ചെയ്ത് കൊടുക്കുക. സ്ലീവിൻ്റെ ഷേപ്പ് ക്ലിയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എനിക്ക് 7 ഇഞ്ചാണ് വേണ്ടത്. ആ 7 ഇഞ്ചിൻ്റെ കർവ് പോയിൻറ്റ് തൊട്ടിപ്പുറത്താണ് എനിക്ക് കിട്ടിയത്. ആ 7 ഇഞ്ച് കറക്റ്റ് ആക്കിയതിന് ശേഷം എൻ്റെ ആവശ്യത്തിനുള്ള കർവ് പോയിൻ്റ് അവിടെ കറക്റ്റാണ്. അതുകൊണ്ട് സ്ലീവിന് ലെവൽ ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. അതായത് കർവ് പോയിൻ്റ് കറക്റ്റാണ്. സ്ലീവിൻ്റെ ഷേപ്പ് ക്ലിയർ ചെയ്യാനേ ഉള്ളൂ, അത് മാത്രം ക്ലിയർ ചെയ്യാം. കട്ട് ചെയ്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. സ്ലീവ് എനിക്ക് ഇതിൽ നിന്ന് ആദ്യം കിട്ടി. ഇനി സ്ലീവ് എടുത്ത് വെച്ചിട്ട് ബാക്കി എന്താ ചെയ്യാൻ നോക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ 2 പാർട്ടും വേറെ വേറെ ആക്കുക എന്നുള്ളതാണ്. ഫ്രണ്ടിലെ ഭാഗവും ബാക്കിലെ ഭാഗവും വേറെ വേറെ തന്നെ ആക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഷോൾഡർ രണ്ടും സെപ്പറേറ്റ് ആക്കാം. ഷോൾഡർ രണ്ടും സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം ഫ്രണ്ടിലെ ഈ പാർട്ട്, ഈ ഒരു ഭാഗം ശ്രദ്ധിക്കണം. ഇവിടെ ചെറിയൊരു നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഉള്ളതാണ്. അതൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം തന്നെ പോയിട്ട് ഇവിടെ സൈഡിൽ കട്ട് ചെയ്യാതെ നമ്മുടെ ഫ്രണ്ടിലെ പീസിനെ മാത്രം വേറെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. വേറെ തന്നെ ഫ്രണ്ടിലെ പീസിനെ അങ്ങോട്ട് എടുക്കാം. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിലെ പീസാണത്. ഇതിനെ നമ്മുടെ നെക്ക് നമുക്ക് കട്ട് ചെയ്യാം. നെക്കും സൈഡും മാത്രമേ ഇതിൽ കട്ട് ചെയ്യാൻ ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഇറക്കം കട്ട് ചെയ്യാം. ശ്രദ്ധിച്ചല്ലോ അല്ലേ? ഈ ഒരു ഭാഗം, ഈ ഒരു തുമ്പ് വേണം നമുക്ക്. ഇതിങ്ങനെ തന്നെയാണ് കട്ട് ചെയ്യേണ്ടതും. അതിനുശേഷം നമ്മുടെ സൈഡ് ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. തയ്യൽ തുമ്പും അരഞ്ചിട്ടിട്ടുണ്ട്, പക്ഷെ അത് കട്ട് ചെയ്തിട്ടില്ല. ഈ സൈഡിലെ ഭാഗം നമുക്ക് സീം അലവൻസ് ഇട്ടിട്ട്
ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ സൈഡും കട്ട് ചെയ്തെടുത്തു, ഫ്രണ്ടിലെ നെക്കും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്കിലെ പാർട്ടും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ടിലെ പീസാണ്. അതുപോലെ രണ്ട് ഭാഗത്തേക്കുള്ള സ്ലീവ് അടുത്ത് കിട്ടിയിട്ടുണ്ട്. സ്ലീവ് ഹാഫ് സ്ലീവ് അടുപ്പ് കിട്ടിയിട്ടുള്ളത് നമുക്കിത് 3/4 ആക്കണമെങ്കിൽ ആക്കാം. ഓക്കെ, ഇനി ഇത് നമ്മുടെ ബാക്കിലെ പീസായിരുന്നു. ബാക്കിലെ പീസ് നമ്മൾ ആദ്യത്തേതുപോലെ തന്നെ ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്ത പോലെ തന്നെയാണ് സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളിടത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് വെച്ചതിന് ശേഷം ആ അടയാളപ്പെടുത്താം. നമുക്ക് ബാക്കിലേക്ക് പ്ലീറ്റ് വരുന്നില്ല നമുക്ക് ബാക്കിലെ പീസിന്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണ്ട, നമ്മൾ ആദ്യം ഇവിടുന്ന് ഒരു നീളത്തിൽ അടയാളപ്പെടുത്തിയിട്ട് ഈ അടയാളത്തിൽ നിന്നല്ല അപ്പുറത്തേക്ക് അല്ലത് മാർക്ക് ചെയ്ത്. അപ്പോൾ അതുപോലെ ചെയ്യണ്ട. ഈ നൈറ്റിക്ക് നമ്മൾ നോർമലായിട്ട് നമ്മുടെ നോർമൽ നൈറ്റിയുടെ ബാക്ക് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതേപോലെ കട്ട് ചെയ്യാം. ടോട്ടൽ ഷോൾഡർ ഞാൻ എടുത്തത് 6 ഇഞ്ചായിരുന്നു. അതുപോലെ അതിൽ നെക്കിൻ്റെ അകലം മാർക്ക് ചെയ്തത് 2.25 നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തത് ഞാൻ 4 ബാക്കിലേക്ക് നെക്കിന് ഞാൻ 4 ഇഞ്ച് ഇറക്കം എടുക്കുന്നുണ്ട്. അത് സ്ക്വയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നെക്കിൻ്റെ ഷേപ്പിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, നെക്കിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്തു. ഇനി നോർമലായിട്ട് നമ്മൾ അവിടെ കണ്ടതുപോലെ തന്നെ നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്യുന്നു. അതിൽ 9 ഇഞ്ച് മാർക്ക് നെഞ്ചിൻ്റെ വണ്ണം ഇട്ട് കൊടുക്കുന്നു. പ്ലസ് തയ്യൽ തുപ്പ് 1 ഇഞ്ച് കൂടുതലിട്ട് കൊടുക്കുന്നു. അതിലേക്ക് കർവ് പോയിൻ്റ് വരക്കുന്നു. സ്ലീവിന് കർവ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആം ഹോള് കർവ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മറ്റേ ഫ്രണ്ടിലെ പീസിൽ നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്തത് അതേപോലെ തന്നെ ഇതിൽ മാർക്ക് ചെയ്യാം. പ്ലസ് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഷേപ്പിൻ്റെ ഭാഗം ഒന്ന് നോക്കാം. ഷേപ്പിൻ്റെ ഭാഗം വരുമ്പോൾ ഈ ഒരു ഭാഗത്താണ് ഷേപ്പ് വരുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സീറ്റിൻ്റെ റൗണ്ട് വരുന്നത്. ഷേപ്പിൻ്റെ ഭാഗത്ത് ഞാൻ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ആ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാനൊരു 10 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഷേപ്പ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഷേപ്പ് മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ തയ്യൽ തുമ്പ് വേണം. ആ തയ്യൽ തുമ്പും കൂടി അടയാം. ഇവിടെ അരച്ചിട്ടിട്ടുണ്ട്. ഇവിടെ അതേപോലെ തന്നെ ഒരു അരഞ്ച് ഇടാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യൽ തുമ്പിടെ ഞാനിവിടെ 1 ഇഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. എനിക്കത് മതി. അതുകൊണ്ട് ഓക്കെ, നിങ്ങൾക്ക് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ 1/4 ഇഞ്ചോ എത്രയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് തയ്യൽ തുമ്പ് എടുക്കാം. ഓക്കെ, അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നീളത്തിൽ താഴേക്ക് നീളം മാർക്ക് കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. ബാക്കിൽ കഴുത്താടി കട്ട് ചെയ്ത് ഇനി ആം ഹോൾ കട്ട് ചെയ്യണം. ഇനി നമ്മുടെ തയ്യൽ തുമ്പിലൂടെ കട്ട് ചെയ്ത് പോരാം. നീളത്തിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നോക്കാം. ഫ്രണ്ടിലെ പീസിനെ അപേക്ഷിച്ച് ബാക്കിലെ പീസിനുള്ള വ്യത്യാസം എന്ന് പറയാൻ ഈ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു ലൈനിൻ്റെ അപ്പുറത്തെ വശത്താണ് നമ്മൾ മാർക്ക് കൊടുത്തിട്ടുള്ളത്. ആം ഹോൾ കറക്റ്റാണ്. ഷേപ്പ് എടുത്തത് കറക്റ്റാണ്.
ഒറ്റ വ്യത്യാസം എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ടിലെ പീസിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാനൊരു 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലോത്ത് വീതിയുള്ള ക്ലോത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് 4 ഇഞ്ച് എടുക്കണമെങ്കിൽ 4 ഇഞ്ച് എടുക്കാം. പ്ലീറ്റിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണത്, ഉണ്ടല്ലേ. ബാക്കിയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ നോർമൽ നൈറ്റി കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇത് എന്തുകൊണ്ട് രണ്ടാക്കി കട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് സ്ലീവ് ജോയിൻ ഇല്ലാതെ കിട്ടേണ്ടതാണ്. അതുകൊണ്ട് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമുക്ക് സ്ലീവ് എങ്ങനെയാണ് 3/4 ആക്കി മാറ്റുക എന്നുള്ളത് നോക്കാം. 7 ഇഞ്ചാണ് സ്ലീവോട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്കിവിടെ 7 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് 7 ഇഞ്ച് മതി, 7 ഇഞ്ചൊക്കെ മതി. എനിക്ക് ഹാഫ് സ്ലീവ് മതി എന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ ധാരാളമാണ്. എനിക്കിത് 3/4 സ്ലീവ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലെ പീസിൽ നിന്ന് സൈഡിൽ കിട്ടിയതാണ് ഈ വീതിയുള്ള ഭാഗം. അതുപോലെ ബാക്കിലെ പീസിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയതാണ് അതിനേക്കാൾ വീതിയുള്ള ഈ ഭാഗം ഉപയോഗിച്ച് നമുക്ക് എന്താ ചെയ്യാം, നമ്മുടെ സ്ലീവിന് വീതി നീളം കൂട്ടിയെടുക്കണമെങ്കിൽ നീളം സ്ലീവിന് കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം. 7 ഇഞ്ചാണ്. ബാക്കിലെ പീസിൻ്റെ 2 സൈഡിലെ ഭാഗത്ത് നിന്ന് എനിക്ക് 3/4 സ്ലീവിനുള്ള സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഇതിലും കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 13 ഇഞ്ച് ആയിട്ടുള്ളൂ, ഒരു 14-15 ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അതേ പീസിൻ്റെ അറ്റഭാഗത്ത് നിന്ന് തന്നെ വീണ്ടും കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ പീസിൻ്റെ ബാക്കിയുണ്ട്, അതിൽ നിന്ന് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. എനിക്കിവിടെ ബാക്കിലെ പീസും ഫ്രണ്ടിലെ പീസും കിട്ടി, 3/4 സ്ലീവും കിട്ടി. ഇനി ബാക്കിലെ പീസിന് തയ്ക്കാനുള്ള ബാക്കിലെ നെക്ക് തയ്ക്കാനുള്ള ഒരു ചെറിയ ക്രോസ് പീസ് കൂടി കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്ത പീസാണത്, ഇതിൽ നിന്ന് കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഒരു ഇഞ്ച് വീതിയിൽ എടുക്കാം. ഈ ഒരു പീസാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ ഒരു പീസിൽ നിന്ന് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. പീസ് ഞാൻ ഫ്രണ്ടിലെ പീസിന് വെക്കാനുള്ള ക്രോസ് പീസാണത്. ഇത് മാത്രം മതി നമുക്ക് ഫ്രണ്ടിലേക്ക് വെക്കാൻ. ഇനി ഫ്രണ്ടിലെ തന്നെ 2 സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടും ഞാൻ നമ്മുടെ ഈ ക്ലോത്തിൽ നിന്ന് തന്നെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ എന്തെല്ലാം ആവശ്യമുള്ള സാധനങ്ങളാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം നമ്മുടെ ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും അടങ്ങിയ 2 ബോഡി പാർട്ടുകളാണ്. അതിനുശേഷം സ്ലീവിൻ്റെ 2 ജോയിൻസ് 3/4 ആക്കാൻ. അതില്ലെങ്കിലും നമുക്ക് ഹാഫ് ആണെങ്കിൽ ഹാഫ് ഉപയോഗിക്കാം, ഇത് ജോയിൻ ആക്കണമെങ്കിൽ ജോയിൻ ആക്കിയിട്ട് യൂസ് ചെയ്യാം. ഇനി വേണ്ടത് ബാക്കിലെ നെക്ക് തയ്ക്കാനുള്ള ക്രോസ് പീസും അതേപോലെ തന്നെ ഫ്രണ്ടിലെ 2 സൈഡിലെ ഭാഗം ഫ്രണ്ടിലെ നെക്കിൻ്റെ 2 സൈഡ് ഭാഗം തയ്ക്കാനുള്ള ക്രോസ് പീസ്, അതും ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് എക്സ്ട്രാ കളർ, ഇതിൽ നിന്നുള്ള കളർ കോമ്പിനേഷൻ കൊടുക്കുന്ന മറ്റേതെങ്കിലും കളറുള്ളൊരു ക്ലോത്ത്, അതിൻ്റെ ഒറ്റ പീസ്. ഓക്കെ, ഇതിൽ ഞാൻ ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
ഇതെങ്ങനെ തയ്ക്കേണ്ടത് നമുക്ക് നോക്കിയിട്ട് വേഗം വരാം. ഓക്കെ.